ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ശാലിനി എൻ്റെ കൂട്ടുകാരി വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറൊന്നുമല്ല, കാരണം ഇന്ന് അനിയത്തിയും ഫാമിലിയും അമ്മയും ഞങ്ങളുടെ വീട്ടിലോട്ട് പറവൂരത്തെ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നേക്കാണ് കേട്ടോ. അനിയത്തി മസ്കറ്റിലാണ്. അപ്പോൾ അവൾ വെക്കേഷനല്ല ലീവിന് നാട്ടിൽ വന്നേക്കണേന്. അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതിന് മാത്രം സന്തോഷിക്കണേന്ന്. അപ്പം അവൾ വന്നു കഴിഞ്ഞപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടി നോക്കാൻ കേട്ടോ. എൻ്റെ സൈക്കിളാണ് കേട്ടോ. അതിനെന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് എടുക്കാണ്ടിരിക്കണേന്ന്. അപ്പോൾ അവൾക്ക് സൈക്കിൾ കണ്ടപ്പോൾ ഒരാഗ്രഹം, കൊച്ചിന് സൈക്കിൾ കണ്ടപ്പോൾ ഒരാഗ്രഹം. അവക്കടെ മോളാണ് കേട്ടോ പുറകിലിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടി. അപ്പോൾ അവൻ്റെ പുറകിൽ കയറി ചവിട്ടിക്കോളാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പേടി. അപ്പോൾ അവൻ്റെ പുറകിൽ കയറിക്കോന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ പോയി കയറിയേക്കാണേ. ഭയങ്കര പേടിയായിരുന്നു. അതെ ഇപ്പോൾ വന്ന് ഒരു റൗണ്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്കൂടെ പേടി പോയി. അപ്പോൾ പിന്നെ ഇറങ്ങണില്ല. പിന്നെ ഞങ്ങൾ പാർക്കിലൊക്കെ പോയിട്ടോ. പാർക്കിൽ മഴയുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ പോയി. പാർക്കിൽ പിള്ളേർ അവൾ അങ്ങനെ അധികം ഇതൊന്നും പോവാറൊന്നുമില്ല. അപ്പോൾ ഇവന്മാർ പിന്നെ ഏത് നേരം പാർക്ക് ബീച്ച് എന്നൊക്കെ പറഞ്ഞ് നടക്കണേന്. അപ്പോൾ പാർക്കിൽ പോയപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മരത്തേൽ പിടിച്ച് കുലുക്കിയതാണ്. പണ്ട് നമ്മൾ ചെയ്യൂലായിരുന്നു അങ്ങനെയൊക്കെ. രണ്ടുപേരും കൂടെ മത്സരിച്ച് ഊഞ്ഞാലാടുന്നു. പാർക്കിലൊന്നും ഒറ്റ മനുഷ്യരുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ലാവിഷായിട്ട് അവിടെ എല്ലാത്തിലും കയറാനും ഒക്കെ പറ്റിയിട്ടോ. ഇവളാണെങ്കിൽ ഇവക്ക് ഭയങ്കര സന്തോഷമായി പാർക്കിലൊക്കെ പോയപ്പോൾ. അവൾ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവൾക്ക് അങ്ങനെ കളിക്കാനൊന്നും കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ കളിക്കാനൊക്കെ ബീച്ചിലൊക്കെ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണല്ലോ. എല്ലാത്തിലും ഓടി ചാടി മറിഞ്ഞ് കയറി എല്ലാ സാധനത്തിൽ കൂടെയും കയറി കളിച്ച് അർമാദിച്ച് നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേറെ സാധനത്തെ കയറാനുള്ള ഇൻട്രസ്റ്റ് ആയി കേട്ടോ. അപ്പോൾ പിന്നെ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പാർക്കിൽ അധികം സമയം നിന്നില്ല. ബീച്ചിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിലുള്ളൊരു ചായക്കടയിൽ കയറി ചായ കുടിച്ചിട്ടോ. അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പാർക്കിലോട്ട് പോയി. പാർക്കിലല്ല, ബീച്ചിലാണ്. അതെ, ഇപ്പം അത് എൻ്റെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്തപ്പോൾ പറ്റിയതാണ് കേട്ടോ. ഇത് പാർക്കിലെ സീനാണ്. അവിടെ ഒരു ഇതുണ്ട്, ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ വർക്ക് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ മീനുണ്ട്, കുഞ്ഞു മീനുകളുണ്ട്. അപ്പോൾ ഇവർ പിള്ളേർക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവർ മീനിനെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബീച്ചിലോട്ടാണ് കേട്ടോ പോയത്. ബീച്ചിലോട്ട് പോയി കഴിഞ്ഞിട്ട് ചെറിയ മഴ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ അവിടെ നിന്ന് ബീച്ചിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ സുനാമിയുടെ ഇതുള്ളതുകൊണ്ട് ബീച്ചിലൊന്നും മാറി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബീച്ച് സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, ജൂലൈ 5. അപ്പം അന്നാണ് ഞങ്ങൾ പോയത്. ഇവർ വന്നത് അന്നാണ്. അപ്പം ഞങ്ങൾ അന്നാണ് പോയത്. അതേ ബീച്ചൊക്കെ ഭയങ്കര തിരയൊക്കെ ഭയങ്കര നമുക്ക് കണ്ടാൽ പേടിയാവുന്ന രീതിയിലായിരുന്നു കേട്ടോ. ബീച്ചും തിരയും ഒക്കെ ആരെയും ഇറക്കുന്നുണ്ടായില്ല. പിന്നെ ഭയങ്കര തിര അടിച്ച് കയറുന്നതായിരുന്നു. കരയിലോട്ടൊക്കെ ഇങ്ങനെ തിര കയറി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആ കൽക്കെട്ടിൻ്റെ അവിടം വരെയും തിര വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അനിയൻ. എന്നിട്ട് ഇവർക്ക് ഇരിക്കാൻ പറ്റാണ്ട് ഇവർ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കട്ടെ എന്ന് പറഞ്ഞ് ഇവർ 3 പേരും വെള്ളത്തിലിറങ്ങി കേട്ടോ. വേറെ ആരും ഇറങ്ങിയില്ല. ബിജുവിന് ഇറങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ബിനോയ് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇറങ്ങിയില്ല. കുറച്ച് നേരം അവിടെ തിരയിലൊക്കെ ഒന്ന് കാലൊക്കെ നനച്ചിട്ട് ഞങ്ങൾ അധികം സമയം അവിടെ നിന്നില്ല. കുറച്ച് സമയമൊക്കെ നിന്നു. വെറുതെ കരയിൽ കണ്ടത് അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. ഇതൊക്കെ അതൊന്നും കണ്ടിട്ടില്ല. അവൾ ഈരാറ്റുപേട്ടയിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ബീച്ചൊന്നും ഇല്ലല്ലോ. അവൾക്ക് ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കക്കയൊക്കെ കുറേ അവിടെ നിന്ന് പെറുക്കിയെടുത്ത് ഇതെന്താണ് ഇത്, ഷെല്ലല്ലേ എന്നൊക്കെ ചോദിച്ച് പെറുക്കിയൊക്കെ എടുത്ത് കുറേ പെറുക്കി പോക്കറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ ആയിട്ടാണ് ഇവിടെ പോയത്. അടുത്ത യൂട്യൂബർ ഇവിടെ വ്ളോഗ്സ് എടുത്തുകൊണ്ടിരിക്കണ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് പോരാനായിട്ട് കാറിൽ കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ പോരാനായിട്ട് ഭയങ്കര വിഷമമായിരുന്നു അവിടെ നിന്ന് കയറി പോരാനായിട്ട്. ബീച്ചിൽ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നോ? തിരയുണ്ടായിരുന്നോ?
പേടിയായോ? മോനിട്ടാ ബീച്ച് എങ്ങനെയുണ്ടായിരുന്നു? മഞ്ഞലായിട്ട് ബീച്ച് എങ്ങനെയുണ്ടായിരുന്നു? ബീച്ച് എങ്ങനെയുണ്ടായിരുന്നു? ബീച്ച് നല്ല അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. മസ്കറ്റുകാർക്ക് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ, അടിപൊളി. ഇനി വരുമോ അയച്ചു? ബിനോയ് ചാച്ചി ഇനി വരുമോ? ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ ബീച്ച് ഇഷ്ടപ്പെട്ടില്ല. പേടിയായോണ്ടല്ലേ മോനെ? പേടിയില്ല. അപ്പോൾ അതേ പിറ്റേ ദിവസം അവർ രാവിലെ 10:15 തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അതേ ഇച്ചുവിന് ലാസ്റ്റ് പോവാനിറങ്ങിയപ്പോൾ അവൾക്ക് ഒന്നും കൂടി സൈക്കിളായി കയറണം എന്ന് തോന്നി. ഒന്നും കൂടി സൈക്കിളായി കയറാൻ പോയി ബിനോയ് ലഗേജൊക്കെ വണ്ടിക്കകത്ത് കയറ്റുകയാണ് കേട്ടോ പോവാനായിട്ട്. ഞങ്ങളപ്പോൾ അതേ കടയിൽ കയറിയിട്ട് പോവാമെന്നും പറഞ്ഞുകൊണ്ട് ഇതേ കടയിലോട്ട് നടന്നു പോവാണ്. അതുകൊണ്ട് ഇതേ അപ്പോൾ അമ്മ എല്ലാവരും റെഡിയായി പോവാണ് കേട്ടോ. പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരു വിഷമം. കുറേ നാൾ കൂടിയാണല്ലോ നിന്നതൊക്കെ. ഇവിടെ അങ്ങനെ ഇങ്ങോട്ടങ്ങനെ വരാറില്ല. കാരണം സമയം അവിടെ നിന്ന് വന്ന് കുറച്ച് ദിവസത്തെ ലീവിനായിരിക്കുന്നേ യാത്ര പറയാൻ കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നു യാത്ര പറഞ്ഞങ്ങ് പോകുമ്പോൾ. അപ്പോൾ അത് കടയിലും പോയി എല്ലാവരോടൊക്കെ പറഞ്ഞ് ഇച്ചുവിനൊരു മാംഗോ ഫ്രൂട്ടിയൊക്കെ കൊടുത്ത് എന്നിട്ട് അവൾ കയറി പോവുകയാണ്. ഇച്ചുവിന് ഭയങ്കര വിഷമമായിരുന്നു പോവാൻ നേരത്ത്. അതുകൊണ്ട് ഇച്ചു ഇങ്ങനെ നോക്കാതിരിക്കണം. കരച്ചിലിൻ്റെ വക്ക് വരെയൊക്കെ എത്തി. പിന്നെ അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾ മാറ്റി വിട്ട്. അപ്പം അതേ എല്ലാവർക്കും ടാറ്റയൊക്കെ തന്ന് പോവാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലോട്ടാണ് ചെല്ലാറ്. അപ്പോൾ വീട്ടിലാണ് എല്ലാവരും കൂടാറ്. ഇവിടം വരെ യാത്ര ചെയ്യൽ ഭയങ്കര പാടാണ്. ഒരു ദിവസം പോകും. അപ്പോൾ അതേ എല്ലാവരും ടാറ്റയൊക്കെ തന്ന് പോവാണ്. അപ്പോൾ അതേ ഇനി അടുത്ത ദിവസം അവൾ അങ്ങോട്ട് മസ്കറ്റിലോട്ട് പോകും. കുറച്ച് ദിവസം ഉള്ള അവധി. അപ്പോൾ ഓക്കെ, ബൈ. വേറൊരു വീഡിയോയിൽ കാണാം നമുക്ക്.